നമസ്കാരം. എല്ലാവരും സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞാനും കിച്ചും കൂടി എല്ലാ പ്രാവശ്യവും നമ്മുടെ പുഴ നിങ്ങളെ ഞാൻ കാണിച്ചേക്കണത് ഒന്നല്ലേ വൈകിട്ടായിരിക്കും, ഒന്നല്ലേ രാവിലെ ആയിരിക്കും. അത് നമ്മുടെ കടവിലെ വ്യൂ മാത്രമേ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, നമ്മുടെ പുഴ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്കൊരു പുഴയുടെ ഒരു ടൂറാകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും കിച്ചും കൂടിയാണ് പോണത്. ഇതാ ഒരു കുപ്പി ചിപ്സും ഒരു കുപ്പി വെള്ളമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടേ. ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ചെറിയ മഴക്കാരെല്ലാം വരുന്നുണ്ട് കേട്ടോ. ദേ അപ്പം നമ്മുടെ വഞ്ചി വെള്ളമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് കിച്ചുകൂട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ആശാൻ ഇതുവരെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സന്ധ്യയാകുമ്പോൾ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ദേ ചിപ്സ്. കിച്ചു വരണവരെ ഞാൻ വേറെ കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ദേ ഇത് കണ്ടോ നമ്മുടെ എന്തെന്നാ, അയ്യോ ഇതിൻ്റെ പേര് മറന്നുമില്ല. ഇസ്രായേൽ നാരകം. ഇതാണേ, പഴുത്തിട്ടില്ല, പഴുക്കാറായിട്ടുണ്ട്. ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളേ, 3 എണ്ണം. കിച്ചു തന്നെ ഉണ്ട്. അപ്പം നമുക്ക് പോവാം. കിച്ചു വന്നു, ഇതാ വെള്ളമെല്ലാം എടുക്കണുണ്ട് കണ്ടോ. അപ്പം നമുക്കിനി വെള്ളത്തെ കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാവേ. എപ്പോഴും എൻ്റെ ചിപ്സും കുപ്പി. ഓ ദേ നമ്മുടെ ചിപ്സ് കുപ്പി വെള്ളത്തിൽ പോയി. കേറണം. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഓപ്പോസിറ്റ് വേറൊരു ചേട്ടൻ വെള്ളത്തെ എന്തേ ഇതാ കാണുന്നത് കുഞ്ഞിത്, അതൊരു വള്ളമാണ്. അത് വേറൊരു ചേട്ടനാണ്. നമ്മളിനി പോകാൻ പോകണത് ഇതങ്ങോട്ടാണ്, പടിഞ്ഞാറോട്ട്. കണ്ടോ, ചെറുത രീതി മഴക്കാരെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വെള്ളം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടിഞ്ഞാറോട്ട്. ആ ചേട്ടൻ നമ്മുടെ ഒപ്പത്തിനൊപ്പം വരുന്നുണ്ട്. അല്ലേടാ? എങ്ങോട്ട്? ഇങ്ങോട്ടോ? ആണോടാ? ഒഴുക്ക് ഇപ്പം കിഴക്കോട്ടാണ് വന്നുകൊണ്ടിരിക്കണേ. ഇപ്പം നമ്മളിപ്പോൾ പോണത് പടിഞ്ഞാട്ടാണ്. അപ്പം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പം പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോകാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷേ ഇങ്ങോട്ട് വരാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ നേരെ അക്കരയിൽ നിന്ന് നമ്മൾ കാണാറുള്ള ഒരു വീടൊക്കെ. കണ്ടോ, എനിക്ക് പേടിയാ. ഇപ്പം നമ്മുടെ വള്ളം പുഴയുടെ നടുക്ക് കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയുമായിരുന്നു നമ്മൾ തന്നെ ഉള്ളം കൊണ്ടിട്ട് നമുക്ക് സൈഡ് വഴി പിടിച്ചു പോകാമെന്ന്. നല്ല കാറ്റുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതാണ് നമ്മുടെ പുഴ. പടിഞ്ഞാറോട്ട് വരുംതോറും പുഴയുടെ ഏറ്റവും ആഴം കൂടിയത് നമ്മുടെ ഈ ഭാഗമാണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ കൊല്ലേലിമുക്ക് എന്നാണ് പറയണത്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങളക്കരയാണല്ലോ, എല്ലാവരും ഇങ്ങനെ കൊല്ലേലിമുക്കെന്ന് പറയണത് ഭയങ്കര ഒരു നമുക്കിടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലായിരിക്കും. കൊല്ലേലിമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ കിടന്നിരിക്കണത്. അതായത് ഇവിടെ ഭയങ്കര ആഴക്കൂടുതലായത് കൊണ്ടിട്ട്. കാണിച്ചു തരണ്ടോ, ഇവിടെ നല്ല ഒഴുക്കാണേ. എടാ അരികിൽ കൂടി പോടാ കിച്ചു. കിച്ചു കിച്ചു എനിക്ക് നീന്താ അറിയാൻ മേല മുത്തേ. അപ്പം ഇരുട്ടൊക്കെ ആയി വരണുണ്ട്. കണ്ടോ, ഇവിടെ എങ്ങും ഒരു മനുഷ്യനില്ല. ഇതിൻ്റെ ഇവിടെ എല്ലാം കാടുകളാണ്. കണ്ടോ, എവിടാ കണ്ടോ. പിന്നെ അക്കര ഇവിടെ അവിടെയൊക്കെ ആരാണ്ട് ചൂണ്ടയിടുന്നുണ്ട്. എടാ നീ അരികിൽ കൂടി പോടാ. ആ സൈഡിൽ കൂടി. ഏതോ നീ ഏതെങ്കിലും സൈഡിൽ കൂടി പൊക്കോ, എനിക്ക് പേടി വരുന്നുണ്ട്. നമ്മുടെ ഒപ്പം ഒരു പരുന്ത് കുറേ നേരമായി കേട്ടോ. കാണാൻ പറ്റണ്ട, അതാ കാട്ടിലോട്ട് കയറി. ഇത്ര സമയം അത് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നേ. ഇപ്പം അത് ആ മരത്തുമേലോട്ട് പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഭയങ്കര ഒഴുക്കാണേ. കണ്ടോ, അടിപൊളിയല്ലേ ഞങ്ങളുടെ പുഴ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ഏറ്റവും ആഴമെന്ന്. കാണിച്ചു തരാം, ചുഴിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്ര നേരം ഞാൻ ഒഴുക്കല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇങ്ങനെ ചുഴികളാണേ. ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആഴം ചുഴി കണ്ടോ. ഇതിനാണ് സാധനം കണ്ടോ. വെള്ളം ഇങ്ങനെ കറങ്ങി കറങ്ങി ഒഴുകൂടെ. കണ്ടോ സാധാരണ ഒഴുക്കല്ല ഇവിടെ ഉള്ളത്.
എന്നിട്ട് നമ്മുടെ പുഴ ദേ വീതി അങ്ങ് കൂടുവാണേ. അയ്യോ എനിക്ക് പേടിയും വരണുണ്ട്. ഇവിടുന്ന് വീതി കൂടിയിട്ട് പുഴ രണ്ടായിട്ടങ്ങ് തിരിയും കേട്ടോ. ഇതിൻ്റെ അപ്പുറം ഒരു വളവാണ്, അവിടെ ഭയങ്കര ഒഴുക്കാണേ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ആവണുണ്ട്. ഇത് കണ്ടോ? അയ്യോ കിച്ചു, നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോയാലോ? ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടുന്ന് ഭയങ്കര ആഴം അല്ല ഭയങ്കര വീതി കൂടുതലാണ് കേട്ടോ പുഴക്ക്. അപ്പം തന്നെ ആഴവും കൂടുതലാണ്, ഒഴുക്കും വ്യത്യാസം വന്ന്. പിന്നെ അതേ അവിടെ കുറേ പേര് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അക്കരയിൽ. ഇത് കണ്ടോ, ഇവിടുത്തെ ഒഴുക്കിന് സാധാരണക്കാട്ടിലും കണ്ടോ വ്യത്യാസം. നമ്മുടെ പിനാക്കിൻ്റെ ഒച്ച ഇവിടെ വരെ കേൾക്കാം അല്ലേടാ? കണ്ണാടിയൊക്കെ ചൂണ്ടപ്പോഴല്ലേ വെള്ളക്കൂടുതലായ കൊണ്ടിട്ട് ഭയങ്കര ഒഴുക്കും കലക്കലും എല്ലാം കൂടെ കണ്ടിട്ടേ എനിക്ക് പേടിയായേ. സന്ധ്യ ആവാൻ പോണു. ഇനി ഞങ്ങൾ രണ്ടും തന്നെ തിരിച്ചു വരുമ്പോൾ ഒത്തിരി സമയമാവും തുഴഞ്ഞെത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കിച്ചുവിനോട് പറയുമായിരുന്നു, എടാ ബോട്ട് വരുന്നുണ്ട്, എടാ ബോട്ട് വരണുണ്ട്. അപ്പം ഞാൻ കിച്ചുവിനോട് പറയുമായിരുന്നു, എടാ നീ അരികിലോട്ട് അടുപ്പിക്കടാ ബോട്ട്. ആ സ്പീഡ് ബോട്ട് വരുമ്പോൾ തിര വരും, എനിക്ക് പേടിയാ കിച്ചു. അപ്പോൾ ദേ നമ്മുടെ പുറകെ ഒരു സ്പീഡ് ബോട്ട് വരണുണ്ടേ. സ്പീഡ് ബോട്ട് വരുമ്പോൾ ഭയങ്കര ഓളം വരും കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാ. കിച്ചു നീ എന്നാക്കി കാണിക്കുന്നേ? അപ്പോൾ സ്പീഡ് ബോട്ട് ദേ കണ്ടോ, എൻ്റെ പുറകിൽ കാണുന്ന സ്പീഡ് ബോട്ട്. സ്പീഡ് ബോട്ട് വരുമ്പോൾ ഭയങ്കര ഓളാണ്. അപ്പം ദേ കണ്ടോ, ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് അവരങ്ങ് സൈഡിൽ കൂടിയാണ് പോണത്. കണ്ടോ കണ്ടോ? അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, അങ്ങോട്ട് ചെന്നപ്പോൾ അവർ സ്പീഡ് കൂട്ടി. ഞങ്ങൾക്ക് പേടിയായും കൊണ്ട് ഇത് ഓളം തന്നെ കണ്ടോ. അയ്യോ വള്ളം ഇപ്പം കിടന്ന് ഇളകും. എടോ കിച്ചു, അയ്യോ കിച്ചു എനിക്ക് പേടിയാ കിച്ചു. അയ്യോ വള്ളം കിടന്ന് ഇളകണ. അയ്യോ അവർ വന്നതിന് മുമ്പ് തിരിച്ചു പോകിച്ചു. അപ്പം ഇത് വള്ളം കിടന്നു. അതല്ല നിന്നോട് ഞാൻ പറഞ്ഞത്. പേടിച്ചു പോയി ഗൈസ്. വള്ളം കിടന്ന് ഓളം വെട്ടി. ഞാൻ വെള്ളത്തിൽ പോയെന്ന്. വെള്ളത്തിൽ പോയെങ്കിൽ നിനക്ക് ലൈവായിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയേനെ. കിച്ചു നിനക്ക് പേടിയായില്ലേ? നിനക്ക് പേടിയായാ? അവന് പേടിയായി. പിന്നെ അന്നക്കും വല്ലതും പറ്റുമെന്ന് പറഞ്ഞാ പേടിച്ച്. അവന് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിയാൻ പറ്റൂല. എടാ നീ സൈഡിൽ കൂടി പൊക്കോ. അവരിനി തിരിച്ചു വന്നാൽ എനിക്ക് പേടി വരും കിച്ചു. ഞങ്ങളിപ്പോൾ പുഴയുടെ നടുക്കാം. ഇപ്പം വ്ളോഗ് എടുത്തുമ്പോൾ ഞാൻ പടായേനെ. അയ്യോ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. ഭയങ്കര തിരയായിരുന്നേ. കിച്ചു നമുക്ക് അരികെ പിടിച്ചു പോവാം. ഇനി നമ്മുടെ അക്കരെ കൂടി പോവാം നമുക്ക്. അവിടെ അവന്മാരിപ്പോൾ തിരിച്ചു വരും. ബോട്ട് തിരിച്ചു പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾക്ക് അക്കരെ സൈഡിലെത്തണം ഗൈസ്. പേടിയാവും, ഭയങ്കര ഓളാണ്. കിച്ചു നീ സ്പീഡിൽ തുഴയടാ. കിച്ചു വരും വരും വരും. ഇപ്പൊ തിരിച്ചെത്തും. ഇല്ല ഇപ്പൊ തിരിച്ചെത്തും, എനിക്ക് ഉറപ്പാ. അയ്യോ വള്ളം കിടന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയി. ഇവൻ വെള്ളത്തിൽ വീണാൽ ചാടി രക്ഷപ്പെടുവേ. എനിക്ക് രക്ഷപ്പെടാനൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ ചത്തത് തന്നെ. എന്നാ തിരയൊക്കെ വന്നേ കണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഇത്രയും പേടിച്ചിട്ടില്ല, ആദ്യമായിട്ടാ. വീട്ടിൽ ശ്രീയൊന്നും ഇല്ലായിരുന്നു, ശ്രീയോട് പറയണ്ടാ പോന്നെ. അയ്യോ കിച്ചു അമ്മ ഇപ്പോഴും നെഞ്ചെടുപ്പ് മാറിയിട്ടില്ല. അപ്പൊ എന്തോളായിരുന്നു. അയ്യോ കിച്ചു എനിക്ക് പേടിയോ കിച്ചു. അയ്യോ വീണ്ടും അവരുടെ ഒച്ച കേൾക്കണുണ്ട്. ഇവൻ എന്നെ കൊല്ലം കൊണ്ടുവന്നാന്ന് തോന്നണേ. പയ്യെ പയ്യെ തുഴയണേ, ഒന്ന് സ്പീഡിൽ തുഴയടാ കിച്ചു. എനിക്ക് പേടിയാടാ. ദേ കണ്ടോ സൺ. അയ്യോ സൂര്യൻ എന്ത് ചെയ്യടാ നമ്മടാ? സൂര്യൻ പോയി. ഇവനെ വിശ്വസിച്ച് വന്ന് എന്നെ പറഞ്ഞാൽ മതി. ഇവനിപ്പോൾ പറയുവാണ് എനിക്കെന്നെങ്കിലും വന്നാൽ ഞാൻ ചാടി രക്ഷപ്പെടും, അന്നെ എന്നാ ചെയ്യുമെന്നൊക്കെ ഇവൻ ചോദിക്കണേ. പിന്നെ എങ്ങനെ? എനിക്ക് ട്യൂബ് ഇട്ട് തരാമെന്ന്. ഒരു ട്യൂബൊക്കെ ഉണ്ട്, പക്ഷേ ഈ വെള്ളത്തിൽ എനിക്ക് ട്യൂബ് കിട്ടിയിട്ടും കാര്യമില്ല. എൻ്റെ വെയിറ്റ് കൊണ്ടിട്ടേ അല്ലേടാ. ആ ട്യൂബിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോടാ കിച്ചു? നമ്മുടെ ഈ ട്യൂബിൽ ചിപ്സൊക്കെ ആയിട്ട് വന്നത് വെറുതെ ആയി. ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു പോക്കായിപ്പോയി. അയ്യോ
ഇപ്പം നമ്മൾ ആ ഏറ്റവും കൊടും വളവിലായിരുന്നെങ്കിലാ, അയ്യോ പണി പാളിപ്പോയി. നമ്മുടെ വള്ളം മറിയല്ലേ. നമ്മളുണ്ടല്ലോ തിരിച്ചു പോകുന്നത് നന്നായി. ആ ബോട്ട് കണ്ടപ്പോൾ തന്നെ നമ്മൾ വള്ളം തിരിച്ചായിരുന്നേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വളവില്ലേ, ഞാൻ കാണിച്ചെന്നില്ലേ ആ വളവ്, അവിടെ ആ ഭയങ്കര വീതിയാണ് പുഴയ്ക്ക്. നമ്മൾ ആ വളവിലാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വെള്ളത്തിൽ പോയേനെ. ഭാഗ്യം കൊണ്ടാണ് നമ്മൾ വെള്ളം തിരിച്ചത്. ഇനി ഒരു ദിവസം സ്ത്രീയെല്ലാമായിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം. നിങ്ങളെ ഞാൻ അവിടെയൊക്കെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങ് പോകുമ്പോൾ ഒരു പാലമൊക്കെ പണിയുണ്ട് കേട്ടോ. ഇനി അടുത്ത തവണ നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പം ഇത് ബോട്ട് വന്ന കാരണേ എനിക്ക് പേടിയായത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണേ. ജീവനാണല്ലോ വലുത്. വേണ്ട, ഇനി ഞാനില്ല. എനിക്ക് പേടിയാണ്. ആ ചേട്ടൻ അങ്ങ് അരികത്ത് കൂടിയാണ് പോണേ, നിന്നെപ്പോലെ നടുക്കല്ല. ഇവനാണെങ്കിലുണ്ടല്ലോ വള്ളം എന്ത് ചെയ്താൽ അരികത്ത് കൂടി പോകത്തില്ല. അതെ, പുഴയുടെ നടുക്കൂടെ ഇവൻ വെള്ളം തുഴയത്തുള്ളു. അല്ല, തുഴയത്തുള്ളൂ. ഇത് പോകണം അങ്ങറ്റത്ത്. ആ ചേട്ടനാണെങ്കിൽ സൈഡ് പിടിച്ചാൽ പോകണുള്ളൂ. നിന്നെപ്പോലെ ആണോ നോക്കിക്കേ. ഇതേ പാർക്കുട്ടിയില്ലേ, പാർക്കുട്ടി ഇന്ന് കട്ടക്കലിപ്പായിരിക്കുവേ. പാർക്കുട്ടി അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുന്നത് കേട്ടോ. പാർക്കുട്ടി പനി പിടിച്ച് കിടപ്പായിരുന്നു. പനിയില്ല, ചെറിയൊരു പനിയുടെയൊക്കെ തുടക്കം. അപ്പം അവൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പോകുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് പറഞ്ഞിട്ട് അവിടെ വന്ന് നിൽക്കുവാണേ. കാണിച്ചു തരാം. കലിക്കും മിക്കവാറും ഇതേ നിൽക്കണം. ഈ വാറും വരാഞ്ഞ നന്നായി അല്ലേടാ. പാർക്കുട്ടിക്കൊക്കെ പിന്നെ നീന്തൽ അറിയാം. പാർക്കുട്ടി പാട്ടൊക്കെ കേട്ട് നിൽക്കുവാണ് ആശാട്ടി. വാവേ എടി, ഹായ്. ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാടി. നീ തന്നെയാ. നിന്നോട് അരികിൽ കൂടെ പോടാന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. നീ എന്നെ നടുക്കൂടി മനഃപൂർവ്വം കൊണ്ടുപോയി എന്നെ പേടിപ്പിച്ച്. അയ്യോടാ മോനെ. ഇതാ കാണുന്നതാണ് അയ്യോ നമ്മുടെ വീടിൻ്റെ മോള് ഭാഗം. ഇതൊക്കെ നമ്മുടെ നാളികേരങ്ങളാണ് ഗൈസ്. നമ്മുടെ തെങ്ങയിലൊന്നും ഇപ്പം തേങ്ങയൊന്നുമില്ല. പണ്ട് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായിരുന്നേ. ഇപ്പം എന്തേ കണ്ടോ കിടക്കണേ. വെള്ളക്കാ മാത്രമേ ഉള്ളൂ, വെള്ളക്കാ പോലും ഇല്ല. നമ്മുടെ പാറു ഞങ്ങൾ പോയപ്പോഴേ ഒരു ബോട്ട് വന്ന്, സ്പീഡ് ബോട്ട്. വള്ളം കിടന്നത് ഇങ്ങനെ ആക്കി, ഞങ്ങൾ നടുക്ക്. ഞാൻ ഓർത്ത് വെള്ളത്തിൽ പോയെന്ന്. പാറുക്കുട്ടി ഇത്ര പൊക്കത്തിൽ തിര വന്ന്. എടാ കാട്ടി കയറണടാ കിച്ചു. എടാ വലിയ സ്പീഡ് ബോട്ട് വന്നിട്ടേ. ഇതെന്തുവാടേ കാണിക്കണത്? എന്നിട്ട് സ്പീഡ് ബോട്ട് വന്നിട്ടേ. അപ്പം ഗൈസ് നമ്മുടെ കടവിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ജീവൻ തിരിച്ചിവിടെ കൊണ്ട് എത്തിച്ചതിന് കിച്ചു താങ്ക്സ്. നമ്മളില്ലേ അയ്യോ ഈ ചിപ്സ് എല്ലാം വെറുതെ കൊണ്ടുപോയതാ. ഇനി പോകണ്ട. ചിപ്സ് എല്ലാം വെറുതെ കൊണ്ടുപോയതാണ്, കഴിക്കാൻ പറ്റിയില്ല പേടിച്ചിട്ട്. ചിപ്സും വെള്ളം എല്ലാം വെറുതെ ആയി. അടുത്ത ആഴ്ച പോകുമ്പോൾ നമുക്ക് വീണ്ടും ചിപ്സൊക്കെ ആയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ടാറ്റാ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും.